എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പൊതുവെ എന്നും വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യകളെപ്പറ്റി. അതിനകത്ത് പ്രായഭേദമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ 90 വയസ്സായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നോ നാളെയോ മരിച്ചു പോകുന്ന ഉറപ്പുള്ള വൃദ്ധർ വരെ ആത്മഹത്യ ചെയ്ത് തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ജീവിതം മടുത്തതാണ്. സമ്പത്തുള്ളവർക്കും ജീവിതം മടുത്തു പോകുന്നു, സൗന്ദര്യമുള്ളവർക്കും ജീവിതം മടുത്തു പോകുന്നു. നല്ല ഭൂമിയിൽ മാന്യത ഉള്ളവരുടെയും ജീവിതം അവർക്ക് വെറുത്തു പോവുകയാണ് പല സമയങ്ങളിലും. ജീവിതത്തിനോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ ജീവിതം മടുത്തു, ഇനിയിപ്പം ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്താണ് വ്യക്തിപരമായിട്ട്. എന്നാൽ അതിനേക്കാളും ദുരന്തകരമായിരിക്കുന്ന മറ്റൊരു കാരണം നമ്മൾക്ക് പറയാം. ചില പിതാക്കന്മാർ ചില സാമ്പത്തിക ക്രമക്കേടിൽ അകപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചില സാമ്പത്തിക ക്രമക്കേടിൽ അകപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ മറ്റ് ചില തെറ്റായിരിക്കുന്ന വഴികളിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഒന്നും അറിയാത്ത തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വിഷം കൊടുത്തോ അല്ലെങ്കിൽ നിഷ്ഠുരമായിട്ട് കൊന്നിട്ട് അവരും ആത്മഹത്യ, കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എങ്കിലും അവരുടെ ജീവിതത്തെയും അവർക്ക് വരുമാനിക്കുന്ന കാലത്ത് അവർക്ക് സത്യദൈവത്തെ അറിയാനുള്ള അവകാശവും ഈ മാതാവും പിതാവും തള്ളിക്കളയുകയാണ്. ചില മാതാവും പിതാവും പറയും, ഞങ്ങൾ അങ്ങ് ചത്തുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥമായി പോകത്തില്ലയോ, അവരെ പിന്നെ ആര് വളർത്തും? അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവരെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് ഒന്നിനെപ്പറ്റി അറിവില്ല, ദൈവത്തെപ്പറ്റി അറിവില്ല, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അവർക്ക് അറിവില്ല. ഒരുപക്ഷെ ഈ ആത്മഹത്യയുടെ മുമ്പ് ഒത്തിരി വാതിലുകൾ അവർ മുട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ എൻ്റെ ഒരു സ്നേഹിതർ ഒരിക്കൽ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഒരു ബാങ്കിലെ തട്ടിപ്പ്, കാരണം കോടാനുകോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് ഈ ബാങ്ക് നടത്തിയ ഒരു ഫാമിലിക്കുണ്ടായി. അവരെപ്പറ്റി എനിക്ക് നേരിട്ടറിയില്ല, എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞ കാര്യമാണ്. ഒരു ദിവസം എൻ്റെ സ്നേഹിതൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു മനുഷ്യൻ, മർത്തോമാ സഭ വിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ്. കാരണം സഭാപരമായിട്ടല്ലാതെ തന്നെ ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞൊരു മനുഷ്യനാണ്. ഒരിക്കൽ ഇദ്ദേഹത്തിനൊരു തോന്നലുണ്ട്, ഇവരുടെ വീടൊന്ന് പരിശോധിച്ച് വീട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വീടിന് ചുറ്റും വന്ന് വലിയ സമരങ്ങളാണ്. അപ്പോൾ ഇവർക്കിനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനൊക്കെ. കാരണം ഈ പണം തിരിച്ചു കൊടുക്കാനില്ല, എങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്നോ എങ്ങനെ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ പിന്നെ പറഞ്ഞ സാക്ഷി അവരൊന്ന് മരിക്കാനിരുന്നതാണ്. പക്ഷേ ഇവർ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. വീടിൻ്റെ പരിസരം മുഴുവനും ജനങ്ങളെ കൊണ്ട്, കാരണം ഇവർ പണം കൊടുക്കുവാനുള്ള ജനങ്ങളെ കൊണ്ട് തിങ്ങി നിൽക്കുകയാണ്. ഇവരെന്ത് ചെയ്തു? ചെന്നതിന് ശേഷം 2-3 ട്രാക്റ്റുകൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റിയുള്ള എഴുതിയിരിക്കുന്ന 2-3 ട്രാക്റ്റുകൾ ആ ബാങ്ക് മാനേജരും അവരും ക്രിസ്തീയ മതവിശ്വാസികളാണ്, പക്ഷേ അവർക്ക് ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. ഇവർ അവരുടെ സിറ്റൗട്ടിൽ ജനലിൽ കൂടെ അകത്തിട്ടിട്ട് ഇവരിങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ സമരം ഉണ്ടാക്കിയിരിക്കുന്ന ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഫാമിലി എങ്ങനെയോ അവിടെ കടന്നു വരുവാനിടയായി. ഇവർ ട്രാക്റ്റ് എടുത്ത് വായിച്ചു. അവർ ആ ട്രാക്റ്റ് എടുത്ത് വായിച്ചപ്പോൾ അവർ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടില്ല, അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി കർത്താവിനെ സ്നേഹിക്കാനൊരു തീരുമാനമെടുത്തു. കർത്താവ് തങ്ങളെ സഹായിക്കും. അവർ മനഃപൂർവ്വമല്ല ഈ വഞ്ചനയിലേക്ക് വന്നത്. ഒരുപക്ഷെ അവരുടെ പണം മറ്റൊരാൾ കൊണ്ടുപോയതായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ അവരുടെ ഹൃദയത്തിൽ എവിടെ ഒരു ശുദ്ധി ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമല്ല ഇത്. ആ ഫാമിലി ഇന്നും ജീവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ കടങ്ങളെല്ലാം വീട്ടപ്പെട്ടു, ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. കാരണം അവർ പിന്നെ സാക്ഷ്യം പറഞ്ഞു, ഈ പേപ്പർ കൊണ്ടിട്ട്, ഈ ട്രാക്റ്റ് കൊണ്ടിട്ട വ്യക്തിയോട് പിന്നെ ഒരിക്കൽ പറയുവാനിടയായി. ആ പേര് ഞാൻ പറയുന്നില്ല. അന്ന് ആ ദിവസങ്ങളിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ഈ വചനം ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങൾക്ക് രക്ഷാകരമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ എങ്ങനെ സംഭവിച്ചത്? എൻ്റെ വിഷയവും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സമയം ഒരു മനുഷ്യൻ വന്നൊരു ദൈവവചനം പറഞ്ഞതാണ്. അപ്പോൾ ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ച വഴി ആത്മഹത്യ വേണ്ടെന്ന് വെച്ചു. 10-21 വർഷമായിട്ട് ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. അനേക ആത്മഹത്യകൾ ഞങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങൾ പോയി വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ മാറിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇത് ചിലരുടെ കുടുംബ പ്രശ്നങ്ങളാകാം, ഇങ്ങനെ അനവധിയായിരിക്കുന്ന വിഷയങ്ങൾ കൂടിയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത്. നമ്മളൊരു തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ചിരിക്കുന്ന മുഖങ്ങളെ കാണാം, ഒത്തിരി നന്മയുള്ള മുഖങ്ങളെ കാണാം. പക്ഷേ അവരുടെ എല്ലാ ഉള്ളങ്ങളിൽ അസാധാരണമായിരിക്കുന്ന വേദന തിങ്ങിയാണ് കഴിയുന്നത്. എന്നുവെച്ചാൽ ഏതാണ്ട് എല്ലാ മനുഷ്യരും. എന്നാൽ അതിനകത്ത് ചിലർ മാത്രം ആത്മഹത്യ തിരഞ്ഞെടുക്കും. ചിലർ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നുവെങ്കിലും ആത്മഹത്യ ചെയ്യുവാൻ അവർക്ക് ശക്തിയോ ധൈര്യമോ ഒന്നുമില്ലായിരിക്കാം. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു അനുഭവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്.
അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പറ്റി പണ്ടൊരിക്കൽ ഇങ്ങനെ ഞാൻ ഒരു വ്യക്തി അറിയാം. അദ്ദേഹം എന്താണ് ഒരു മനുഷ്യൻ കെട്ടി തൂങ്ങി മരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ വലിയ വീമ്പിളക്കി, എടാ ധൈര്യമില്ലാത്തവൻ, ജീവിതത്തെ നമ്മളെന്താണ് നേരിട്ട് തോൽപ്പിക്കണം. ജീവിതത്തെ തോൽപ്പിക്കുക എന്നല്ല, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ, നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ നമ്മളെന്താണ് അധ്വാനിച്ച് തോൽപ്പിക്കണം. കടബാധ്യയൊക്കെ വീടപ്പെടുത്തില്ലയോ, ഇവനൊക്കെ എന്തൊരു മണ്ടനാണ്, അവൻ്റെ കുടുംബം കണ്ടു അനാഥമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ വീമ്പിളക്കി ഒരുത്തരം. പ്രിയപ്പെട്ടവർ, ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനും ആത്മഹത്യ ചെയ്തു. അപ്പോഴെന്താണ്, ഇവിടെയൊക്കെ നമ്മുടെ സ്വന്തം കഴിവിനും നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഇച്ഛകൾക്കും അപ്പുറമാണ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. മറ്റൊരു ദൈവദാസനെ എനിക്കറിയാം. അദ്ദേഹം ഇന്ന് ദൈവദാസനാണ്. കാരണം എന്താണ്, പണ്ട് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് മതവിശ്വാസിയായിരുന്നു. കള്ളും കഞ്ചാവും ഡ്രഗ്സും എല്ലാം അടിച്ച് വീട്ടിലും നാട്ടിലും എല്ലാം പ്രശ്നം ഉണ്ടാക്കി നടന്ന ഒരു മനുഷ്യനാണ്. അമ്മയെ കൊല്ലാൻ പോയതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. അവസാനം ആത്മഹത്യ ചെയ്യാൻ പോയി. ആത്മഹത്യ ചെയ്യാൻ നേരം താൻ കഴുത്തൽ കുരുക്കിടാൻ നേരം ഒരുത്തൻ വന്ന് അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. എടാ വേഗം ചെയ്യും, ഒരു ഇരുണ്ട മനുഷ്യനാണ്, വേഗത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ പൊടുന്നനവേ തൻ്റെ അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം തൻ്റെ ജീവിതത്തിലൊരു രൂപാന്തരം ഉണ്ടാകുന്നത്. പെട്ടെന്നൊരു വെളിച്ചം തന്നിലേക്ക് പ്രവേശിക്കുകയാണ്. തനിക്ക് സുബോധം വന്ന് ആത്മഹത്യ വേണ്ടെന്ന് വെച്ചു. അവിടെ സമാധാനം കൊണ്ട് താൻ നിറഞ്ഞു. താൻ ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായിരിക്കുന്ന ആത്മഹത്യയുടെ പ്രശ്നങ്ങളെ നമുക്ക് കാണാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹിതന്മാരാരെങ്കിലും ഇങ്ങനെ കഷ്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരാളെ നമുക്കിങ്ങനെ രക്ഷിക്കാനൊന്നും കഴിയത്തില്ല. നമുക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കഴിയത്തില്ല. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങളത് നിങ്ങളുടെ സ്നേഹിതന്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ, ചില ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുള്ള, ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തികൾക്കും സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ദൈവം അവരെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്നാണ് അവൻ്റെ പേര്. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒരിക്കൽ സഹോദരി എന്നോടൊരിക്കൽ സാക്ഷ്യം പറഞ്ഞു. ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയിട്ട്, അതായത് ടെറസിൽ കയറിയിട്ട് താഴേക്ക് ചാടുവാൻ, ജീവിതം അത്രമാത്രം ദുസ്സഹം, താഴേക്ക് ചാടുവാനായിട്ട് ഒരു കാല് ഉയർത്തി, താഴേക്ക് ചാടാനായിട്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചാടുന്ന രീതിയിൽ ഒരു കാല് ഉയർത്തി അടുത്ത സെക്കൻഡിൽ താൻ താഴേക്ക് ചാടി മരിക്കാൻ പോവുകയാണ്. പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ ഫോൺ വിളി തനിക്ക് വരുന്നത്. അപ്പോൾ ഇടത്ത് ഫോൺ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഫോണുണ്ട്, ആ ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അതായത് രണ്ടാമത്തെ കാൽ ഉയർത്തുന്നതിന് മുമ്പ് ഈ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് നോക്കിയത് ആരാണ് നോക്കിയപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വിളിച്ചു. അപ്പോൾ ചോദിച്ചു, ഹലോ എന്ന് പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മറുതലയ്ക്കുന്നൊരു സ്വരം, വേറെ ഒന്നും പറഞ്ഞില്ല. മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയാത്ത ശോധന ഇല്ല എന്നാണ് ആ വചനം. കാരണം നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷ ദൈവം തരുന്നില്ല. യേശുക്രിസ്തുവിൽ ആ പരീക്ഷയ്ക്ക് പോംവഴിയുമുണ്ട് എന്ന് മാത്രം മനുഷ്യൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയാമോ? മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം കൊടുക്കത്തില്ല. പരീക്ഷയോടുകൂടി ദൈവം പോക്ക് വഴിയും കൊടുക്കുമെന്ന് ഒരു വേറൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ആ ഫോൺ കട്ട് ചെയ്തു. ആ ഒറ്റ സെക്കൻഡിൽ ഈ വാക്കുകൊണ്ട് ആ സഹോദരി ആത്മഹത്യ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ സഹോദരി ക്രിസ്തുവിലേക്ക് വരുവാനുണ്ട്. എന്നാൽ ആ സഹോദരി ക്രിസ്തുവിലായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് ക്രിസ്തുവിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ട, ഒരു വാക്ക് മതി, ആരുടെ ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി, ഒരു വചനം മതി ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ. അപ്പോൾ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കേൾവി ആ സഹോദരി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടബാധ്യതയിലായിരിക്കാം. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും നിനക്ക്, അല്ലെങ്കിൽ മാസത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ 10 പണി മാത്രമുള്ള 10,000 രൂപ വരുമാനമുള്ള നിനക്ക് ഇന്നൊരു 30 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് കൂട്ടിക്കോ, വീട്ടുവാൻ ഒരു വഴിയുമില്ല. നിനക്ക് സമ്പത്തുമില്ല, സ്വത്തുമില്ല, വാടക വീട്ടിലാണ് കഴിയുന്നത്. അങ്ങനെയാണ് നിൻ്റെ സ്റ്റേജ് എന്ന് വിചാരിക്കുക. മറ്റൊരാൾ പറയുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ തീർന്നു, എൻ്റെ വിവാഹ ജീവിതം മുഴുവൻ കഷ്ടത്തിലായിരിക്കുന്നു, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വിശ്വസ്തതയില്ലാത്തവരാണ്, എപ്പോഴും ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ ഇനി മരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. മറ്റു ചിലർ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, കഠിനമായിരിക്കുന്ന രോഗത്തിൻ്റെ പ്രശ്നമാണ് ചിലർക്കുള്ളത്. വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. മറ്റു ചിലവർക്ക് കഠിനമായിരിക്കുന്ന വേദനകളാണ്. അനേക രോഗസൗഖ്യം കിട്ടാതെ വേദന സഹിക്കാൻ വയ്യാതെ ചിലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു ചിലർ നമ്മളെ സ്നേഹിപ്പാൻ ആരുമില്ല, അമ്മയപ്പന്മാരില്ല, ചില കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അമ്മയപ്പന്മാരുടെ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ല. അവരുടെ വിഷയം ഇതാണ്, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടിടുകയോ അല്ലെങ്കിൽ തങ്ങൾ ജനിപ്പിച്ച് പോറ്റി വളർത്തിയ മക്കൾ തങ്ങളുടെ വാർദ്ധക്യത്തിൽ തിരിഞ്ഞു നോക്കാതെ അനേക വൃദ്ധന്മാരും ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക സ്റ്റേജുകൾ കൂടിയാണ് മനുഷ്യരൊക്കെയും കടന്നു പോകുന്നത്. വേറെ നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുവാൻ കാരണമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മഹത്യയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ ഈ കടം ആര് വീട്ടും? വീട്ടപ്പെടും. നിങ്ങൾ തന്നെ വീട്ടും. അതിനുള്ള ശക്തി ദൈവം തരും, അതിനുള്ള സോഴ്സുകളെ ദൈവം തരും. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ. ക്രിസ്തു ആരാണ്? അവൻ രക്ഷകനാണ്. അവൻ നമ്മുടെ ഏക രക്ഷകനാണ്. അവൻ ദൈവമാണ്. അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ. അപ്പോൾ ഇല്ലാത്ത ഈ ഭൂമി ആകാശം ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലാത്ത
ഇല്ലാതിരുന്ന ഈ ആകാശത്തെയും ഭൂമിയെയും ഒരു ദിവസം ദൈവം വിളിച്ചു വരുത്തിച്ചെങ്കിൽ ആ ദൈവത്തിന് നിൻ്റെ കടബാധ്യതകളെ വീട്ടുവാൻ കഴിയും. ആ ദൈവത്തിന് നിൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ കഴിയും. ആ അപ്പനും അമ്മയും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, കുഞ്ഞുങ്ങൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഈ കർത്താവിന് നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ കഴിയും. അപ്പോഴെന്താണ്, നിന്നെ തന്നെ അങ്ങോട്ടൊന്ന് കൊടുത്താൽ മതി, അവൻ നിന്നെ പരിപാലിച്ചുകൊള്ളും. നമുക്ക് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സാക്ഷ്യവും അങ്ങനെ തന്നെയാണ്. എനിക്കൊരിക്കലും വീട്ടാൻ പറ്റാത്ത കടങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ ആത്മഹത്യയുടെ മുമ്പിൽ. കടം മാത്രമല്ല, വേറെ പല വിഷയങ്ങളുണ്ട്. പക്ഷേ നോക്ക്, പിന്നെ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് സാധ്യമല്ലാത്തതിന് ദൈവം സാധ്യമാക്കി. നൂലിൽ കെട്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി തന്നില്ല. ആരും എൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു 50 പൈസ പോലും എനിക്ക് തന്നില്ല. പക്ഷേ എന്താണ്, അന്നേ വരെ ഞാൻ അധ്വാനിച്ചിട്ടും എൻ്റെ കടങ്ങൾ വർദ്ധിച്ചതല്ലാതെ അതിനുശേഷം ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. ഞാൻ പഴയ ജോലി തന്നെ വീണ്ടും ചെയ്തു. ആ ജോലി ചുരുക്കമായിരിക്കുന്ന സമയങ്ങൾ ചെയ്തു. ബാക്കി കർത്താവിനെ സ്നേഹിച്ചു, വചനം ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിൽ എത്തിച്ചു. അപ്പോഴെന്താണ്, എനിക്ക് തന്ന ചെറിയ വരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചു. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, 5 അപ്പം കൊണ്ട് 5000 പേരെ യേശുക്രിസ്തു വയറ് നിറച്ച് പോഷിപ്പിച്ചിട്ടാണ് മടക്കിയാട്ടത്. ഇത് മാത്രമല്ല 12 കോട്ടയെ അവർ നിറച്ചെടുത്തുവെന്നും പറയുന്നത് പോലെ നമുക്ക് ചെറിയ വരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചാൽ, യേശുക്രിസ്തു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണെന്നറിയാമോ, നമ്മുടെ കടബാധ്യകൾ നമ്മൾ തന്നെ അധ്വാനിച്ച് വീട്ടും. ആരും ഒന്നും തരേണ്ട പ്രിയരെ, ആരും ആശ്രയിക്കേണ്ട. ദൈവം യേശുക്രിസ്തു സകലത്തിനും മതിയായവനാണ്. ചിലർക്ക് കഠിനമായിരിക്കുന്ന രോഗസാധ്യതകൾ. ഒരിക്കലും ഞാൻ പണ്ടൊരു വീഡിയോയിൽ അത് ചെയ്തതുകൊണ്ട് വേഗത്തിലൊന്ന് പറഞ്ഞു നിർത്താം. ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു ഹിന്ദു സഹോദരനാണ്. അദ്ദേഹം കഠിനമായിരിക്കുന്ന രോഗനിമിത്തം, കഠിനമായിരിക്കുന്ന തലവേദന നിമിത്തം ഏത് ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല. അവസാനം ആരാണ്ട് പറഞ്ഞ് കഞ്ചാവ് വലിച്ചാൽ മതി എന്ന് പറഞ്ഞു. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ വേദന മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ചാവ് വലിച്ചു നോക്കി, വേദന മാറിയില്ല. താൻ ഡ്രഗ്സുകളെല്ലാം വലിച്ചു, വേദന മാറിയില്ല. അവസാനം മരിക്കാൻ തീരുമാനമെടുത്ത ദിവസം രാവിലെ ഇങ്ങനെ ഒരു റേഡിയോ പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നതായിട്ട് താൻ ചെവികളിലെത്തി. റേഡിയോ രാവിലെ ട്യൂൺ ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടു: കുഞ്ഞെ, മകനെ, നിൻ്റെ പാപമില്ലയോ നിൻ്റെ സകല വേദനകൾക്കും കാരണം. അദ്ദേഹം ആ റേഡിയോ പ്രസംഗം മുഴുവൻ കേട്ടു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി, ശരിയാണ്, ഞാനൊരു പാപിയായ മനുഷ്യൻ, എൻ്റെ പാപമാണ് ഇതിന് കാരണക്കാരനെങ്കിൽ. അവസാനം ആ പ്രസംഗൻ ഇങ്ങനെ പറഞ്ഞു, പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു: നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ ജീവിതത്തെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുക. അവൻ നിൻ്റെ പാപങ്ങളെ കഴുകുകയും നിൻ്റെ വേദനയിൽ അവൻ വിടുവിക്കുകയും ചെയ്യും. അദ്ദേഹം അതുപോലെ ചെയ്തു. അന്ന് തന്നെ തൻ്റെ വേദന മാറി, അന്ന് തന്നെ സമാധാനമുള്ളവനായിട്ട് ചെയ്തിരുന്നു. ആ മനുഷ്യരും ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് ജീവിക്കുകയാണ്. മറ്റൊരു മനുഷ്യൻ ഈ അക്രമം ചെയ്തതിൽ പാപം ചെയ്തവർക്കും ആത്മഹത്യാ ചിന്തയുണ്ട്. ഈ പാപം ഒരു പരിധി കഴിഞ്ഞാൽ അവൻ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും. കാരണം ജീവിതത്തിൽ മരിപ്പാനുള്ള തീരുമാനം എടുക്കേണ്ടി വരും. കാരണം പാപത്തിൻ്റെ ശക്തി അത്ര ഭയങ്കരമാണ് പ്രിയരെ. അങ്ങനെ ഒരു മനുഷ്യൻ റെയിൽവേ ട്രാക്കിൽ കിടക്കുകയാണ്. കൊലയും കൊല്ലവയ്പും മറ്റു വിധമായി ചെയ്യാവുന്ന പാപമെല്ലാം ചെയ്തൊരു മനുഷ്യനാണ്, യൗവനക്കാരനാണ്. പക്ഷേ ജീവിതം മടുത്തു. അവസാനം ട്രെയിൻ പാളത്തിൽ തലവെച്ച് കിടക്കുമ്പോഴെന്താണ്, പണ്ടെങ്ങാണ്ട് വായിച്ചതോ കേട്ടതായിരിക്കുന്ന ഒരു വചനം കേട്ടു: ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എന്താണ്? പുള്ളി ചാടി എഴുന്നേറ്റു, ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ് കേട്ടോ. ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം എന്തൊരു സുവിശേഷകനായിട്ട് ജീവിക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തുമാത്രം അനുഭവങ്ങൾ കൂടിയാണ്. മറ്റൊരു മനുഷ്യനെ എനിക്കറിയാം, തൻ്റെ മകൻ മരിച്ചുപോയി. കാരണം പല വിഷയങ്ങളാണല്ലോ. തൻ്റെ ഒരപ്പന് തൻ്റെ കുഞ്ഞിൻ്റെ ശവമടക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് പ്രിയരെ, ഭയങ്കര. കാരണം മക്കൾ അപ്പന്മാരുടെ ശവമടക്കം നടത്തേണ്ടത്. പക്ഷേ താൻ്റെ കുഞ്ഞ് മരിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ താനും ആത്മഹത്യ ചിന്തിച്ചു. പക്ഷേ താൻ ഒരു ജ്ഞാനായ മതവിശ്വാസിയായിരുന്നു, ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു. പക്ഷേ അവസാനം താൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തി, ആത്മഹത്യ ചിന്ത മാറി, താൻ ഇന്നൊരു സുവിശേഷകനാണ്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിനും പരിഹാരം യേശുക്രിസ്തുണ്ട്. കുടുംബ തകർച്ചയാണോ, പരിഹാരം ക്രിസ്തുവിലുണ്ട്. പിന്നെ കടബാധ്യതയാണോ, പ്രശ്നപരിഹാരം ക്രിസ്തുവിലുണ്ട്. പിന്നെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്തതാണോ, പ്രശ്നപരിഹാരം ക്രിസ്തുവിലുണ്ട്. നിൻ്റെ പാപനിമിത്തമാണോ നീ നശിച്ചു പോകുന്നത്, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രശ്നപരിഹാരം ക്രിസ്തുവിലുണ്ട്. അപ്പോൾ ഏത് അനുഭവത്തിലും നിങ്ങളുടെ ഏത് ചിന്താകുലങ്ങളും യേശുക്രിസ്തു ഏറ്റെടുക്കും, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ. അല്ലയോ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദു സഹോദരന്മാരുണ്ടോ, ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടോ, ഏതെങ്കിലും പള്ളിഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കത്തോലിക്കരുണ്ടോ? നോക്ക് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല. നമ്മുടെ ഏത് സമയവും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്, യേശുക്രിസ്തുവുണ്ട്. നോക്ക്, അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ടാണ് മരിച്ചത്. നിനക്ക് വ്യക്തിപരമായിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നാൽ വിശ്വാസത്താൽ ഈ യേശുക്രിസ്തുവിനെ നിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും നിൻ്റെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നിൻ്റെ ഭാരങ്ങളെ അവൻ ചുമക്കുമെന്ന്. നീ എന്തിനു വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്, ആ ഭാരം മുഴുവൻ യേശുക്രിസ്തു ചുമക്കാമെന്ന്, നിന്നെ സ്വതന്ത്രനായിട്ട് വിടാമെന്ന്. എന്തൊരു ദാസനാണ് പ്രിയരെ കർത്താവ്. ദൈവം ഒരു ദാസനെ പോലെ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമുക്ക് പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിരിക്കുന്ന പാപിയായിരിക്കും നിന്നെ ഒരു ദാസനായിട്ട് ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ തലമേലൊന്ന് വെച്ച് കൊടുക്കാമോ? എന്നിട്ട് നീ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാമോ? ആ ഭാരം ചുമന്നുകൊണ്ട് അവൻ മുമ്പേ അങ്ങ് പോയിക്കോളും, നീ അവൻ്റെ പുറകെ അങ്ങ് പോയേച്ചാൽ മതി.
അന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ ദൈവത്തെ കാണത്തില്ല. അപ്പോഴെന്താണ് നിനക്ക് ദൈവത്തെ അറിയുവാൻ തടസ്സമായിരിക്കുന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായിരിക്കുന്ന, ആത്മഹത്യ ചെയ്തതിൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ഉളവായിരിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവനും യേശുക്രിസ്തു ചുമന്നിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി അവൻ്റെ പുറകെ അങ്ങ് പോയച്ചാൽ മതി. അത് സമാധാനത്തിൻ്റെ വഴിയാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ നിഴലിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർ, ഈ യേശുക്രിസ്തു എത്ര ആശ്വാസപ്രദനാണ്, യേശുക്രിസ്തു എത്രമാത്രം സന്തോഷപ്രദനാണ്, ആ യേശുക്രിസ്തു എത്രമാത്രം ധൈര്യം നൽകി തരുന്നവനാണ്. വീട്ടിൽ നമ്മുടെ നശിച്ചു പോകുന്ന ഓരോ അനുഭവങ്ങളിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ കർത്താവിന് കഴിയും. പണ്ട് ഒരു മനുഷ്യന് കടം കയറി, തൻ്റെ ബിസിനസ് എല്ലാം നശിച്ച് തകർന്ന് കടം കയറി അവനെന്താണ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോയി. അടുത്ത പട്ടണത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെപ്പോലെ ഒരു ഉപദേശിയെ വഴിത്തലക്കിൽ കണ്ട്, ഞങ്ങളുടെ പരിപാടി എന്താണെന്നറിയാമോ, ഈ വഴിയർമ്മകൾക്ക് ഇന്ന് പ്രസംഗിക്കുക. അപ്പോൾ എന്താണ്, വലിയ ബുദ്ധിമാന്മാർക്കൊക്കെ ഞങ്ങളോട് പരിഹാസമാണ്. അത് ക്രിസ്തീയ മതവിശ്വാസികൾക്കും അച്ഛന്മാർക്കൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ദേഷ്യവും പരിഹാസമാണ്, കാരണം നാണമില്ലാത്തവന്മാർ. പക്ഷേ ഇങ്ങനെ വഴിത്തലയ്ക്ക് ഇന്ന് ഒരു ഉപദേശി പ്രസംഗിക്കുന്നു. അപ്പോൾ എന്താണ്, ആത്മഹത്യ ചെയ്യാനായിട്ട് ദൂരദേശത്ത് പോയി, ആ ടൗണിൽ കൂടെ എന്താണ് ട്രെയിൻ സർവീസ് ഉള്ളൂ, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ദൂരെ പോയി ചാകാൻ പോയവനാണ്. അപ്പോൾ ഉപദേശിയോട് ചോദിച്ചു, എന്തെങ്കിലും ഉപദേശം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉപദേശി ഒരു വചനം കൊടുത്തു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ആ ഒരു കുറിപ്പാണ് എഴുതി കൊടുത്തത്. താൻ എന്താണ് മരിക്കാനുള്ള പട്ടണത്തിൽ ചെന്നിട്ട് ഈ കുറിപ്പെടുത്ത് വായിച്ച് ആ ബൈബിളിലെ വാക്യം താൻ ധ്യാനിച്ച് താൻ ആത്മഹത്യ വേണ്ടെന്ന് വിചാരിച്ച് തിരിച്ചു വന്ന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ബിസിനസ്, തകർന്നു പോയ ബിസിനസ് ചെറുതായ രീതിയിൽ തുടങ്ങി, വളരെ ചെറുതായിട്ട് രീതിയിൽ തുടങ്ങി. കടങ്ങളെല്ലാം എപ്പോഴും ഉണ്ട്, കോടാനുകോടി രൂപയുടെ കടങ്ങളാണ് ആ സമയത്ത് മുമ്പിൽ. വീട്ടുവാൻ 5 പൈസ കയ്യിൽ, ഒരു കാർ മാത്രമേ ഉള്ളൂ, അതും കടമാണ്. ആ കാറല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷേ അത് യേശുക്രിസ്തു താൻ വിശ്വസിച്ചു. എന്നിട്ട് എന്താണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായെന്നുള്ള ഈ വചനം താൻ ഏറ്റെടുത്തു. അവനെന്താണ് മുമ്പോട്ട് കടന്നു പോയിട്ട് പിന്നുള്ള ജീവിതം, ഇത്രയും നാൾ ജീവിച്ച തനിക്ക് വേണ്ടിയിട്ടാണ്, ഇനിയുള്ള ജീവിതം ക്രിസ്തുവിന് വേണ്ടി അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ബിസിനസ് വളരെ വളരെ എന്താണ് പതുക്കെയാണെങ്കിലും അത് വളരെ വളരെ ഉയരങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി. തൻ്റെ എല്ലാ കടബാധ്യതകളും താൻ വീട്ടി താൻ കുടുംബ ജീവിതത്തിലായിട്ടും ദൈവത്തിനോടുള്ള ജീവിതത്തിലും സന്തോഷപൂർണ്ണമായിട്ട് താൻ ജീവിക്കുവാനിടയായി. നമുക്ക് പറയാം, ഇതൊന്നും കെട്ടുകഥകളല്ല കേട്ടോ, ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊന്നും കള്ളക്കഥകളല്ല. ഞങ്ങളെപ്പോലെ അനേകരെ നിങ്ങൾക്ക് വേണമോ, ഇതിനകത്തൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അത്ഭുതമാണോ, ഇത് അടയാളമാണോ, ഇതെന്താണ് കെട്ടുകഥയാണോ, ഇത് യഥാർത്ഥമായിരിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ വെളിപ്പെടുത്തി തരാം. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ പരിഹസിച്ചും സുവിശേഷകന്മാരെ പരിഹസിച്ചും നിങ്ങളുടെ മതത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ അവസാനം ഇതുപോലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും ജയിൽവാസങ്ങളും നിരാശയും എന്താണ് കഠിനമായിരിക്കുന്ന രോഗങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ എല്ലാ ജാതി മതസ്ഥരോടും ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും പറയുന്നു, നിങ്ങളുടെ ഏത് വിഷയവും യേശുക്രിസ്തുവിൽ പരിഹരിക്കാൻ കഴിയും. കാരണം അവർ ഏത് പ്രശ്നവും പരിഹരിച്ച് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് ഈ ജീവിതം എന്താണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു സ്വാഭാവിക മരണത്തിലേക്ക് നമുക്ക് എത്തിക്കുക മാത്രമല്ല, അതിനുശേഷം നിത്യമായിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ജീവിപ്പാൻ നമുക്ക് അവസരവുമുണ്ട്. ആകയാൽ ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ സമാധാനത്തിലേക്ക് നടത്തട്ടെ. എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കുമല്ലോ, കാരണം ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഒരു പരിഹാരമുണ്ട്, യേശുക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ഞാൻ 100% എഗ്രി തരുന്നു. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആത്മഹത്യയുടെ മുനമ്പിലാണോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര ഭയങ്കരമായിക്കോട്ടെ, അത് ഒരിക്കലും സഹിപ്പാൻ കഴിയാത്തതുകൊണ്ടോ ആയിക്കോട്ടെ, എന്നെപ്പോലെ ഈ വേദന അനുഭവിക്കുന്ന നിങ്ങൾ ആരും അനുഭവിച്ചാൽ ലോകത്തിൽ ആർക്കുമില്ലാത്ത വേദനയിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത്, സാരമില്ല, ഒന്ന് വിളിക്കാമോ? തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് തന്നെ നീ ക്രിസ്തുവോ ഹിന്ദുവോ മുസ്ലിമോ ആരുമായിക്കോട്ടെ, നീ സമ്പന്നനോ ദരിദ്രനോ ആണോ പെണ്ണോ ആരുമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണമായിരിക്കും സമാധാനം. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതാ ഒരിക്കൽ കൂടെ വാഗ്ദത്തം തന്നുകൊണ്ട് ഈ ചെറിയ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ.